ഇതെവിടെയെങ്കിലും കേട്ടുകഴിവുള്ള കാര്യമാണോ? രണ്ടു കൂട്ടരുടെയും മാനം പോകുന്ന പ്രശ്നമല്ലേ? മാനവും അപമാനവും ഒക്കെ അതിൽ ബന്ധപ്പെട്ടവരുടെ മനസ്സ് പോലിരിക്കും പ്രസാദേ. കടുകിൻ്റെ അത്ര പോകുന്നതാണ് മനസ്സെങ്കിൽ ശരിയാ, ഭയങ്കര മാനക്കേടാ. തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും അങ്ങനെയുള്ളവർക്ക്. അല്ലാത്തവർക്കാണെങ്കിൽ ഇത് അപമാനമല്ല, അഭിമാനമാ. ഈ കരിങ്കല്ലും കമ്പിയും പോലെയല്ല നമ്മുടെയൊക്കെ മനസ്സെന്നാ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് നിന്നോട് വന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. പക്ഷേ ബാലമാമ പറഞ്ഞു കേക്കാൻ ബാലമാമ റെഡി. ബാലമാമ എന്നെ പറഞ്ഞ പോലെ എല്ലാ കുടുംബങ്ങളിലും ഇല്ലേ ഇത്തരം കടബാധിത പ്രശ്നങ്ങൾ? അതിനെന്തെങ്കിലും പരിഹാരവും നാച്ചുറലായിട്ട് തന്നെ ഉണ്ടാവില്ലേ? അമ്മായച്ചൻ്റെ കടം മരുമകൻ തീർക്കുന്ന ഒരു പുതിയ കീഴ്വഴക്കം ഞാൻ ഉണ്ടാക്കി വെക്കണോ? അത് മോശമാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇതാർക്കായി 2 ലക്ഷം കൊടുക്കാനുള്ളത്? അളിയന്. അളിയനെന്ന് പറയുമ്പോൾ ആ തുണിപ്പിടി നടത്തുന്ന ആൾക്കോ? അതെ. ഓ, അത് ശരി. ഫ്രണ്ട് ഡോർ അടച്ചു കുറ്റിയിട്ടില്ല. ഏത് കള്ളനും കൂടായി അകത്ത് കിടന്ന് എന്ത് കൊടുത്തോണ്ട് പോവാ? ഒരാള് സാഹിത്യം വായന, മറ്റാൾ എവിടെയാണോ? അമ്മ കുളിമുറിയില്ല. ഓ, സന്തോഷം. എന്താ ഒരു ദേഷ്യം പോലെ? വർക്ക് സൈറ്റിൽ എന്തെങ്കിലും? വർക്ക് സൈറ്റിൽ എന്തെങ്കിലും അല്ല, വളരെ അഭിമാനകരമായ സംഗതി തന്നെ. ആ സന്തോഷത്തിലാ ഞാനിപ്പോ. പ്രസാദേട്ടാ, എനിക്കൊന്നും മനസ്സിലാവണില്ല. അയ്യോ, അത് വെറുതെ. തനിക്ക് അറിയാവുന്ന കാര്യം തന്നെ, എന്നിൽ നിന്നും മറച്ചു വെച്ച കാര്യം. അന്ന് ദേവന്റെ അമ്മായിയമ്മ പറഞ്ഞപ്പോഴേ എനിക്ക് സംശയം തോന്നായിരുന്നില്ല. പക്ഷെ ഇന്ന് പൂർണ്ണമായും ബോധ്യമായി. പ്രസാദേട്ടൻ ആരെ പറ്റിയാ, എന്തിനെ പറ്റി പറയുന്നേ? ഓരോരുത്തരെ പറ്റി നമുക്കൊക്കെ എന്താ ഒരു ധാരണ. പക്ഷെ ആ ഇമേജ് ഒന്നും പ്രവൃത്തിയിൽ കാണുന്നില്ലെന്ന് മാത്രം. ഞാൻ വളരെ ഫ്രാങ്കാ, വാക്കിലും പ്രവൃത്തിയിലും. ആർക്കെങ്കിലും ഒരു പ്രോമിസ് കൊടുത്താൽ, ആരോടെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് നടത്തിയാൽ അത് ചെയ്തിരിക്കും. പണം കടം വാങ്ങിയാൽ അത് പറഞ്ഞ ഡേറ്റിന് തന്നെ തിരിച്ചു കൊടുക്കണം. അത് ചെയ്യാത്തവർ അതർവൈസ് എത്ര ഗ്രേറ്റ് ആണെങ്കിലും എനിക്ക് അവരെ പറ്റി യാതൊരു മതിപ്പുമില്ല. തന്റെ അച്ഛന്റെ കാര്യം തന്നെ ഞാൻ ഈ വിളമ്പുന്നത്. എന്റെ അച്ഛനോ? എന്റെ അച്ഛൻ ആരോടും പണം ചോദിച്ചിട്ടില്ല. പിന്നെ ചോദിക്കാതെ ആരെങ്കിലും കടം കൊടുക്കുവോ? അതും 2 ലക്ഷം രൂപ. കടം കൊടുത്ത കക്ഷിയാണെങ്കിൽ സൂപ്പർ, നിന്റെ കൃഷ്ണമാവൻ. ആ പണം അച്ഛൻ ചോദിച്ചിട്ടില്ല. കൃഷ്ണമാമൻ നിർബന്ധിച്ച് പിടിച്ച് ഏൽപ്പിച്ചതാ. VRS എടുക്കാൻ നിശ്ചയിച്ച അച്ഛനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി കൃഷ്ണമാമൻ ഇങ്ങോട്ട് വന്ന് തന്നതാ. ആയിക്കോട്ടെ, പക്ഷെ വാങ്ങി കടം തീർക്കണ്ടേ? അതല്ലേ മര്യാദ. അതോർത്ത് നമ്മൾ ടെൻഷൻ ആവണ്ട. പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ട സമയത്ത് അച്ഛൻ കൊടുത്തോളും. അത്ര ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് സഹായം ചോദിച്ച് സുഹൃത്തിന് വിടുവോ? പ്രസാദേട്ടന്റെ അടുത്തേക്കോ? സഹായത്തിനോ? എന്റെ അച്ഛൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പക്ഷെ ചെയ്തു കഴിഞ്ഞല്ലോ. ആരാ വന്നത് സഹായം ചോദിച്ച്? ഉത്തമ സുഹൃത്ത് തന്നെ, ബാലമാമ. അതൊരിക്കലും അച്ഛൻ പറഞ്ഞിട്ടാവില്ല. അത്ര ഉറപ്പോ? അതെ, ഉറപ്പുണ്ട്. എങ്കിൽ ഫ്രണ്ട്ഷിപ്പിന്റെ ആഴം കൊണ്ട് ബാലമാമ വോളണ്ടറി ആയി വന്നതാവും. എന്തായാലും തുണിക്കട മുതലാളിക്ക് പണം ഉടനെ തിരികെ കൊടുത്തേ പറ്റൂ. അതിന് മറ്റു വഴികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ബാലമാമയുടെ വക സെൻസിബിൾ ആയ ഒരു സജഷൻ, അമ്മായിയച്ഛനെ മരുമകൻ സഹായിക്കണമെന്ന്. എങ്ങനെ, നന്നായിരിക്കില്ലേ? ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. അന്ന് വിരുന്നിന് ചെന്നപ്പോ തന്റെ കൃഷ്ണമാമ ഇത്രയും ഷോ കാണിച്ചതും എന്നെ ഇൻസൾട്ട് ചെയ്തത് എന്തിനാണെന്ന്, എന്തിന്റെ ബലത്തിലാണെന്ന്. 2 ലക്ഷത്തിന്റെ ബലം. ഒരർത്ഥത്തിൽ അയാൾ അങ്ങനെ പെരുമാറിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ആ ബാധ്യത തീരാത്തോളം കാലം അയാൾക്ക് എങ്ങനെയും പെരുമാറാം. കേട്ടു നിൽക്കാനല്ലേ പറ്റൂ. ഛേ, എന്തൊരു ഗതികേടാ.
അച്ഛാ, അച്ഛനെന്താ ആലോചിക്കുന്നേ? എന്താ ആലോചിക്കാൻ? കൃഷ്ണമാമനെ കണ്ടു വന്ന ശേഷം അച്ഛനൊന്ന് ചിരിച്ചു കണ്ടിട്ടില്ല, മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടുമില്ല. എന്തിനാ വെറുതെ ഈ ടെൻഷൻ? ആ പണം കൊടുക്കുന്നത് വരെ മനസ്സ് ശാന്തമാകില്ല മോളെ. ഈ ടെൻഷന്റെ ഒരു കാര്യമില്ല. ഇത് കൊള്ളാലോ. വേണ്ട വേണ്ടാന്ന് 100 വട്ടം പറഞ്ഞിട്ടും കാശിങ്ങോട്ട് കെട്ടിയേൽപ്പിച്ചല്ലേ കൃഷ്ണമാമൻ. കിട്ടുമ്പോ തിരിച്ചു കൊടുക്കും, അത്രേ പറ്റൂ. അതല്ല ബാബു അതിന്റെ ശരി. അച്ഛനത് ശീലിച്ചിട്ടുമില്ല. എന്തൊക്കെയായാലും അയാൾ സഹായിച്ചത് നമ്മൾ മറക്കാൻ പാടില്ല. ആര് മറക്കുന്നു? മറക്കാത്തവരെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. സുമിത്രേച്ചി സ്വന്തം മോളെ പോലെ എന്നൊക്കെ പറയാറുണ്ടല്ലോ. എന്നിട്ടല്ലേ ഇത്ര ചീപ്പായിട്ട് അച്ഛനോട് കാശിന്റെ കാര്യം സംസാരിച്ചത്? 2 ലക്ഷം രൂപ പോലും. ഇത്ര പ്രിയപ്പെട്ടതായിരുന്നെങ്കിൽ എന്തിനാ തന്നത്? അലമാരയിൽ തന്നെ അങ്ങ് സൂക്ഷിക്കായിരുന്നല്ലോ. മതി. പിന്നല്ലാതെ പണം ഉടനെ കൊടുക്കണമെന്നൊന്നും കൃഷ്ണമാമൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇനി അങ്ങനെ ഒരു തീയതിക്ക് വേണ്ടി ഒന്നും നമ്മൾ വെയിറ്റ് ചെയ്യരുത്. പണത്തേക്കാൾ വലുതാണ് അഭിമാനം. ഇന്ന് വരെ അച്ഛനത് കളഞ്ഞു കുളിച്ചിട്ടില്ല. കൃഷ്ണൻ ചോദിക്കാനിട വരുത്തരുത്. അതിനു മുമ്പ് പണം മടക്കി കൊടുത്തേ പറ്റൂ. പക്ഷെ നമ്മൾ എങ്ങനെ കൊടുക്കുവച്ചാ? തൊട്ടു മുമ്പിൽ ഒരാള് ബ്ലേഡ് പലിശയ്ക്ക് പണം കൊടുക്കുന്നുണ്ട്, ഭാസ്യങ്ങൾ. അവിടുന്ന് വാങ്ങാൻ പറ്റുമോ? ഏയ് അത് വേണ്ട. ഇനി VRS എടുത്താലും പണം കിട്ടാൻ ഡിലേ ഉണ്ടാകും. പിന്നെയുള്ളത് ഒരു വഴിയുണ്ട്, അതേ ഉള്ളൂ. എന്താച്ചാ? പക്ഷേ അതിന് നിങ്ങളുടെ അമ്മ സമ്മതിക്കണം. ഭാഗ്യലക്ഷ്മി, തൻ്റെ പേരിലുള്ള ആ 10 സെന്റ് സ്ഥലമില്ലേ, അത് വിറ്റാലോ? ഞാൻ ആലോചിച്ചിട്ട് മാന്യമായി പണം കിട്ടാൻ ആ ഒരു വഴിയേ ഉള്ളൂ. അത് നിനക്ക് സമ്മതമാണെങ്കിൽ മാത്രം. യമുനയുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടിയല്ലേ നമ്മളത്? അതെ, ഓർമ്മയുണ്ട്. പക്ഷേ ഇപ്പൊ അതിലും ഓർമ്മയുള്ളത്. സാരമില്ല അമ്മേ. ആരുടെ മുന്നിലും അച്ഛന്റെ തല കുനിഞ്ഞു നിൽക്കാൻ പാടില്ല. അച്ഛനാ ഞങ്ങൾക്ക് മറ്റെന്തിനേക്കാളും പ്രധാനം. ആ സ്ഥലം വിറ്റോളൂ. എന്നിട്ട് 2 ലക്ഷവും അത്രയും ദിവസത്തെ പലിശയും കൃഷ്ണമാമന് കൊടുത്തേക്ക്. നിന്നിൽ നിന്നും ഇങ്ങനെ ഒരു മറുപടി അച്ഛനെ തീരെ പ്രതീക്ഷിച്ചില്ല മോളെ. ഞാൻ ജോലി വിടാൻ പോയപ്പോ എത്രയോ എതിർത്തവളാ നീ. എന്നിട്ടിപ്പോ അച്ഛൻ നോക്കിയിട്ട് വേറെ ഒരു വഴിയില്ല മോളെ. അച്ഛനെന്തിനാ ഇങ്ങനെയൊക്കെ എന്നോട്? അച്ഛന്റെ മനസ്സ് വേദനിക്കരുത്. ഈ വീട്ടില് ആരുടെയും മനസ്സ് വേദനിക്കാൻ പാടില്ല. അതാ എന്റെ ആഗ്രഹം.